ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച കേരള യാത്ര ആലപ്പുഴ ജില്ലയിൽ നടത്തിയത് 2 ദിവസത്തെ പര്യടനമാണ്. മാർച്ച് 23, 24 തീയതികളിലായിരുന്നു പര്യടനം. ഓണാട്ടുകരയിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലയിലെ 14 കേന്ദ്രങ്ങളിലെത്തി ലഹരി വിരുദ്ധ സന്ദേശം പകർന്നു നൽകി. മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ നിന്ന് ആവേശകരമായ തുടക്കം. ലഹരി വിരുദ്ധ സന്ദേശവുമായി മാവേലിക്കര മോട്ടോർ വാഹന വകുപ്പ് ജോയിന്റ് RTO മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡ്രൈവ് എവേ ഫ്രം ഡ്രഗ്സ് എന്ന മുദ്രാവാക്യം ഉയർത്തി 100ഓളം വിന്റേജ് വാഹനങ്ങൾ അണിനിരന്നു. മാവേലിക്കര വിദ്യാധിരാജ സൈനിക് സ്കൂളിലെ 60ഓളം വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തി കലാപരിപാടികൾ കാഴ്ചവെച്ചു. കായംകുളം മാർക്കറ്റിൽ 100 കണക്കിന് വ്യാപാരികൾ യാത്രയുടെ ഭാഗമായി. കായംകുളം DYSP ബാബുക്കുട്ടനും പിന്തുണയുമായെത്തി. പിന്നീട് മണ്ണാറശാല ക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും വിവിധ കലാപരിപാടികൾ. ആദ്യ ദിവസത്തെ പൊതുസമ്മേളനം ആലപ്പുഴ നഗരത്തിലെ കൈചൂണ്ടിമുക്കിലെ അവലൂക്കുന്ന് വായനശാലയിലായിരുന്നു. രണ്ടാം ദിനം ആലപ്പുഴ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് മോർണിംഗ് ഷോയോടെ തുടക്കം. ചെസ്സാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രൈം ചെസ് അക്കാദമിയുടെ ടൂർണമെന്റ്. ലഹരിക്കെതിരെ സൈക്കിൾ തോൺ, ഫ്ലാഷ് മോബ് തുടങ്ങിയവയും നടന്നു. കുട്ടനാട്ടിലെ ഉൾഗ്രാമങ്ങളിലേക്കും ലഹരി വിരുദ്ധ സന്ദേശവുമായി SKN യാത്ര നടത്തി. പുന്നമടയും വേമ്പനാട് കായലും ചുറ്റി കുട്ടനാട്ടിലെ സ്കൂളുകളിലും യാത്രയെത്തി. ആലപ്പുഴ മിനർവ കോളേജും പോലീസ് റിട്ടയർഡ് അസോസിയേഷനും യാത്രയുടെ ഭാഗമായി. ആലപ്പുഴ എക്സൈസ് കമ്മീഷണർ വിനോദ് കുമാറും അതിഥിയായി എത്തി. SKNന്റെ യാത്ര എക്സൈസ് വകുപ്പിന് ഗുണം ചെയ്തുവെന്ന് ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ. അതായത് ഇന്ന് മാധ്യമങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സ്വാധീന ശക്തിയാണ്. സമൂഹത്തിൻ്റെ ഒരു അജണ്ട തീരുമാനിക്കുന്നതിൽ പോലും മാധ്യമങ്ങൾക്കൊരു നിർണായകമായിട്ടുള്ള ഒരു റോളുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഏറ്റവും സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ SKN ഇങ്ങനൊരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സഹായകമായിട്ടാണ് കരുതുന്നത്. പിന്നീട് ചേർത്തല KVM നഴ്സിംഗ് കോളേജിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ SKNന്റെ വാക്കുകൾക്ക് കാതോർത്തു. ആലപ്പുഴ തുറവൂർ തൈക്കാട്ടുശ്ശേരിയിലായിരുന്നു രണ്ടാം ദിവസത്തെ സമാപന സമ്മേളനത്തിലും വൻ ജനാവലി പിന്തുണയുമായി എത്തി. 24 ആലപ്പുഴ.